അല്പനേരം ഇതൊന്ന് ശ്രദ്ധിക്കൂ. എന്താണ് ഇവിടെ നടക്കുന്നത്? സൃഷ്ടി, ക്രിയേഷൻ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി. എന്താണ് ഈ സൃഷ്ടിക്ക് പിന്നിലെ കാരണം? വെറും രണ്ട് തരം താളാത്മക ചലനങ്ങൾ. ഇതാണ് ഈ സൃഷ്ടിയുടെ പിന്നിലെ രഹസ്യം. നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരാശയം തരട്ടെ. ഈ ചലനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ട് സൃഷ്ടാവ് കൗതുകപൂർവ്വം മാറി നിൽക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് തുടക്കം കുറിച്ചിട്ട് സൃഷ്ടാവ് അതിൽ നിന്ന് മാറി നിൽക്കുന്നയാളാണോ? ഇനിയും ചിന്തിക്കാൻ ഒത്തിരിയുണ്ട്. ഈ സൃഷ്ടി പൂർണ്ണമാണോ? ഈ സൃഷ്ടി മനോഹരമാണോ? ഈ മുറിയുടെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു ടേബിൾ ഫാനിൻ്റെ കാറ്റ് വീശിയാൽ പോലും ഈ വൃത്തങ്ങളുടെ പൂർണ്ണത തെറ്റിയേക്കാം, അഥവാ അതിൽ അപൂർണതകൾ കടന്നുകൂടിയേക്കാം. അപ്പോൾ സൃഷ്ടി സുന്ദരമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സൃഷ്ടാവും അതിന് തടസ്സം വരാൻ താൽപ്പര്യപ്പെടുത്തുന്ന ബാഹ്യശക്തികളും അല്ലെങ്കിൽ ബാഹ്യശക്തിയും ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നത് തന്നെയാണ് ഈ സൂചന. അതിനാലല്ലേ നമ്മുടെ ഈ ലോകം ഇന്നും അപൂർണതകൾ നിറഞ്ഞതാകുന്നത്. എന്നെപ്പോലെ നിങ്ങളും വർഷങ്ങളായുള്ള ഈശ്വരാന്വേഷണത്തിലാണെന്ന് എനിക്കറിയാം. എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? ഇല്ല എങ്കിൽ എൻ്റെ അടുത്ത വീഡിയോ കാണും. പിന്നെ ഒരു കാര്യം പറയട്ടെ, 1001 രാവുകൾ പറഞ്ഞാലും ഞാനും നിങ്ങളും തുടങ്ങിയിടത്ത് തന്നെയായിരിക്കും.